അപ്പം ശാരദ എനർജിയുടെ ചാർട്ട് അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഓൾറെഡി ചാർട്ട് വരച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സമയം ജസ്റ്റ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ വരയ്ക്കുന്നൊക്കെ ഇടയ്ക്ക് കാണിച്ചിട്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഈ രീതിയിൽ ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ. അപ്പം 2009 നവംബറിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ചാർട്ടാണത്. പിന്നെ അതിൻ്റെ ഒരു തുടക്കം മുതൽ ഒരു എക്സ്പാൻഡിങ് ചാനൽ പാറ്റേൺ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റാണ് പോയേക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് പിന്നെ വലുതായി വന്നിട്ടൊരു പോക്കാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഒരു 10 രൂപ ആ ഒരു റേഞ്ച് ഡൗൺ വരെ വന്നിട്ട് ആ ഒരു സപ്പോർട്ട് ലൈൻ വരെ പോകാതെ പിന്നെ അത് മുകളിലോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ബ്രേക്ക് ഔട്ട് പോലെ നടന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ഏരിയയിലാണ്, ഒരു 70 സംതിങ് ഏരിയയിലാണ്. അപ്പം നമുക്ക് അവിടെ നിന്നൊരു എത്ര പെർസെൻറ്റേജ് പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 200% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. പിന്നെ അത് താഴെ നിന്ന് തന്നെ ഒരു ചാനലിനകത്തുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് തന്നിരുന്നത്. ചാനലിനകത്തുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഈ ഒരു ഏരിയ മാത്രം, അതായത് ഈ ഒരു ഏരിയ ഞാനത് സൂം ചെയ്ത് അവിടെ എത്തിക്കാം. ഈ ഒരു ഏരിയ മാത്രം നോക്കാൻ നേരത്ത് ഇതാ റെസിസ്റ്റൻസിയും സപ്പോർട്ടിലോട്ട് തിരിച്ചൊരു പോക്ക് അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഇതാ ഇത് നമുക്കൊന്ന് റെക്കോർഡാക്കാം. അപ്പം ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്കത് കാണാം. അത് ഈ ഏരിയയിലോട്ട് സൂം ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താണ്ടൊരു ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഇവിടെയും കൂടെ നമുക്കിത് കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കാം. അപ്പം ഇത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേസോ അങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് ചെറിയ രീതിയിൽ വന്നിട്ട് പിന്നെ മുകളിലോട്ടൊരു പോക്ക് പോകാനാണ് ചാൻസ്. അപ്പം നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ഒരു മൂവ്മെൻറ്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തുള്ള ഒന്നും 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യം 100% എന്നൊന്നും പറഞ്ഞ് ആരും ഒരിക്കലും ഒരു ഷെയറിലും കയറാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാനിത് പറയാൻ നേരത്ത് നെഗറ്റീവായിട്ട് കാണണ്ട. അതുകൊണ്ടാണ് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു അടുത്തൊരു റെസിസ്റ്റൻസ് വരെ, അതായത് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ആരതാണ് കിടക്കുന്ന ഒരു അപ്പോഴും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇതും ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ആ ഒരു മുകളിലായിട്ടുള്ള ആ ഒരു ഏരിയയിൽ. ഞാനത് ചെറുതാക്കി കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലാണ് പിന്നെ കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ അനാലിസിസ് വെച്ചിട്ട് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കയറുക. പിന്നെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് ആയെന്ന് ചോദിച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് 100% ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മളൊരു അത് ചെയ്തത്, കാരണം ഇവിടുന്ന് ഒരു ചെറിയ രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു ഡൗൺ ആണ് ആ ഒരു ഏരിയ വന്നേക്കുന്നത്. നമുക്കതൊരു ഡെയിലി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടെ ബ്രേക്ക് ഔട്ടും പോട്ടെ, ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, നമ്മളപ്പോൾ ഒരു വീക്കിലി വരച്ചപ്പോഴത്തേക്ക് അതൊരു ഡെയിലി ടൈം ഫ്രെയിം ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ ചെറിയ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതാണ്ടറിയാം ഈ ഒരു ഏരിയ ഒന്ന് മൂവായി കഴിഞ്ഞാൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ഇങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ നോക്കുമ്പം ഇതാ ഈ ഒരു ലൈൻ വരച്ചിട്ടില്ല, ഈ ഒരു റെഡ് ലൈൻ പോലെ, അത് വീക്കിലിയിലോട്ട് തന്നെ പോയി കാണിച്ചു തരാം. ഈ ഒരു ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ആ ഒരു സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് അവിടെ നടന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇടക്കാലത്ത് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിലും ഇച്ചിരി ലോങ് ടൈം വ്യൂവിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് ഔട്ട് നടന്നെന്ന് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് ഒരു ഏരിയ നോക്കാൻ നേരത്ത് ഇതിൻ്റെ താഴോട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. പിന്നെ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അലർട്ടായിട്ടിരിക്കുക. അവിടം വരെ ഒന്നും നെഗറ്റീവ് അടിച്ച് പോകുന്ന രീതിയിൽ നിങ്ങളത് ഹോൾഡ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ കളി മൊത്തം മാറിയിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിയും നമുക്ക് അടുത്തൊരു വ്യൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ്, അതും ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴും ഒരു എൻട്രി എടുക്കുക. അപ്പം ഒന്നുകൂടെ പറയാൻ നേരത്ത് ഇവിടെ ഈ ഒരു ഏരിയ ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്ന്
പിന്നെ അത് മുകളിലോട്ട് തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നോക്കിയിരിക്കുക. നിങ്ങളുടെ ഒരു വ്യൂ വെച്ചിട്ട് ഒരു എൻട്രി എടുക്കുക. ഞാനിപ്പോഴത്തേക്ക് ഈ ഒരു ചാർട്ട് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റഡി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ചാർട്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു ലോങ് ടൈമിൽ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുമ്പിലത്തെ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റൊക്കെ കിട്ടിയതായിട്ട് അറിയാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം നിങ്ങളുടെ വ്യൂവിനനുസരിച്ച് എൻട്രി എടുക്കുക. പിന്നെ അത് തന്നെ നമ്മളിപ്പോൾ താഴേന്ന് വാങ്ങിച്ചവരൊന്നും നിലവിൽ പേടിക്കേണ്ട. അവരെപ്പോഴും തന്നെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ താഴെ പോയാൽ മാത്രം ഒന്ന് അലേർട്ടായിട്ടിരിക്കും. അപ്പം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തൊക്കെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആക്കാം. അപ്പം ട്രയൽ ചെയ്യുമ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ താഴോട്ട് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാൽ പോലെ നമ്മളൊരിക്കലും ലോസിലാകത്തില്ല. അതായത് ഇവിടെ നമ്മൾ മേടിച്ചു, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഇത് മുകളിലോട്ട് പോയി പിന്നെ അതൊന്ന് ബ്രേക്ക് ചെയ്താൽ പോലും ഉണ്ടല്ലോ, നമുക്ക് ഇവിടെയാണ് നമ്മൾ ഒറിജിനലായിട്ട് വാങ്ങിച്ചത് കൊണ്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ അവിടുന്ന് മാറും ട്രയൽ ചെയ്യാൻ നേരത്ത്. അപ്പം അങ്ങനത്തെ നമുക്ക് പിന്നെ ആ ഒരു ലോസോ അങ്ങനെയൊന്നും പിന്നെ ഒരിക്കലും വരത്തില്ല. അപ്പം നിങ്ങളൊരു ലോജിക്കലി നിങ്ങളുടെ ഒരു വ്യൂ വെച്ചിട്ട് കയറുക. എനിക്കിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാനേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ ലോസ് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. പിന്നെ പ്രോഫിറ്റ് ലോസ്, അതായത് ലോസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്കൊരു റിസ്ക്കൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. റിസ്ക് മാനേജ്മെൻറ്റിലും പിന്നെ നിങ്ങളുടെ ഒരു ഇമോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു കളി എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി. പിന്നെ ബാക്കിയെല്ലാം മാർക്കറ്റ് കണ്ടീഷൻ ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് നടന്നോളും. അപ്പം നിങ്ങൾക്കൊരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മടിക്കാതെ കയറുക, കുഴപ്പമില്ലാത്തൊരു ഷെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഒരുപാട് വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നത് 6 മിനിറ്റായി. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.